Hi beautiful ladies and gentlemen, welcome back to my channel for the sake of love and peace. വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഭാര്യ ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടോ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പാരൻസ് മക്കളോടോ, നമ്മൾ ഫ്രണ്ട്സിനോടോ, നമ്മൾ പുറത്ത് തീരെ പരിചയമില്ലാത്ത സ്ട്രേഞ്ചേഴ്സിന് ആരോടെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ പ്രസൻസ് നമ്മൾ കൊടുക്കാറുണ്ടോ? ഫുൾ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവരെ കേൾക്കാൻ, എന്ന് വെച്ചാൽ അവരുടെ കുറേ കഥകൾ കേൾക്കാൻ എന്നല്ല, ജസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ അത്രയും സമയം നമ്മൾ നമ്മുടെ പ്രസൻസ് അവർക്ക് കൊടുക്കാറുണ്ടോ? അതോ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ മൈൻഡ് പോയിട്ട് ഇവർ പറയുന്നത് വെറുതെ കേട്ട് ഇങ്ങനെ തല ഉൽക്കാറാണോ ചെയ്യാറ്? അങ്ങനെ ഫുൾ പ്രസൻസ് കൊടുക്കാൻ പറ്റാറുണ്ടോ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതായത് നമ്മളിപ്പോൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, ഫാമിലി ആയിട്ട് എല്ലാവരും പുറത്തു പോയി എല്ലാവരും ഇരുന്നിട്ട് എല്ലാവരും അവരവരുടെ മൊബൈൽ നോക്കിയിരിക്കുന്നു. പിന്നെ വീട്ടിലാണെങ്കിലും ഫാമിലി, മക്കളും പാരൻസും എല്ലാവരും അവരവരുടെ മൊബൈൽ നോക്കിയിരിക്കുന്നു. ആരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇനി കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഫോൺ കൈ പിടിച്ചിട്ടായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ നടക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ പ്രസൻസ് കൊടുക്കാറില്ല. അപ്പോൾ നമ്മളത് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഫുൾ പ്രസൻസ് കൊടുത്ത് അവർക്ക് സംസാരിക്കുകയാണെങ്കിൽ അവർക്കത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമായിരിക്കും. അതിലൂടെ നമുക്കും സന്തോഷം കിട്ടും. അതൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. നമ്മളുടെ അടുത്ത് മക്കൾ വന്നിട്ട് അമ്മയുടെ അടുത്തായാലും അച്ഛൻ്റെ അടുത്തായാലും വന്ന് അവരുടെ വിശേഷങ്ങൾ പറയാൻ നേരത്തെ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അച്ഛനാണെങ്കിൽ വല്ല ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അമ്മയാണെങ്കിൽ അടുക്കളയിൽ ജോലികളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവരും അത് വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ആ പണികൾ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കില്ല അവരെ കേൾക്കാൻ ശ്രമിക്കുക. പക്ഷെ അങ്ങനെയല്ല കേൾക്കേണ്ടത്. നമ്മൾ അത് നിർത്തി വെച്ചിട്ട്, അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് അവരുടെ അടുത്ത് ഇരുന്നിട്ട് അവരെ ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അതാണ് ഫുൾ നമ്മൾ പ്രസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ രണ്ട് കാര്യങ്ങളായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ പ്രസൻസ് അല്ല അവർക്ക് കൊടുക്കണത്. അതാണ് ശരിക്കും ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫോണാണെങ്കിൽ ഫോൺ മാറ്റി വെച്ചിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിത് ചെയ്യണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെയാണ് എൻ്റെ കുട്ടികളുമായിട്ട് എന്ത് ജോലികളാണെങ്കിലും അത് മാറ്റി വെച്ചിട്ട്, അത് ഫുള്ളായിട്ട് മാറ്റി വെച്ചിട്ട് അതിലൊരു ശ്രദ്ധയും കൊടുക്കാതെ കുട്ടികൾ എന്താണോ പറയണത് അത് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുറത്ത് പാരൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായാലും നമ്മൾ ഫോണിൽ നോക്കിയിരിക്കാണ്ട് ഫോൺ മാറ്റി വെച്ചിട്ട് അവർക്ക് എന്താ പറയാനുള്ളത് അത് ഫുള്ളായിട്ട് നമ്മുടെ പ്രസൻസ് ഫുള്ള് കൊടുക്കുക. നമ്മുടെ പ്രസൻസ് ഫുൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ അവർക്കത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. അതാണല്ലോ ഞാൻ ഷെയർ ചെയ്യണത്. അപ്പം ഞാൻ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും, ഒരു ചേച്ചിയോ ഒരു ചേട്ടനോ ഒരു അപ്പൂപ്പനോ ഒരു അമ്മൂമ്മയോ ആരാണെങ്കിൽ പോലും നമ്മളെ നോക്കുമ്പോൾ നമ്മളൊരു ചിരി കൊടുക്കാനും, അവർ ജസ്റ്റ് എന്തെങ്കിലും നമ്മുടെ അടുത്ത് പറയാൻ വന്ന അയ്യോ എനിക്ക് നേരമില്ല, കേൾക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ് ഓടുന്നതിന് പകരം ഒരു മിനിറ്റ് ആയാൽ പോലും അവർ സംസാരിക്കണം നമ്മളടുത്ത്. നമ്മളെ യാതൊരു രീതിയിലും എഫക്റ്റ് ചെയ്യണ കാര്യമായിരിക്കില്ല അവർ പറയണ കാര്യങ്ങൾ. എന്നാലും അവരെ കേൾക്കാനൊന്ന് മനസ്സ് വയ്ക്കുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെ. അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമല്ല, നമ്മുടെ ലൈഫിലും അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ടാകും. ഇപ്പം എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാണ്. ഞാനൊരു ഷോപ്പിൽ ചെന്നപ്പോൾ ആ ഷോപ്പിലൊരു സെയിൽസ്മാൻ ആണ് ഒരു പയ്യൻ. അപ്പോൾ ഞാനൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അവൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ വളരെയധികം നിരാശ പോലെയായിരുന്നു അവൻ്റെ മുഖത്ത്. ഇപ്പം ഞാനും എൻ്റെ ലൈഫിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളാണ്. പക്ഷെ ഞാൻ അവിടെ ചെല്ലുന്നത് അളി പുറത്ത് ചെല്ലുമ്പോൾ അവരുടെ അടുത്ത് എൻ്റെ വിഷമങ്ങൾ പറയാനല്ല ചെല്ലണത്. പക്ഷേ ഞാൻ കൊടുത്ത ആ പ്രസൻസ്, അവൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത ഒരു പ്രസൻസ് ഉണ്ട്, എൻ്റെ ഫുൾ പ്രസൻസ്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടെന്നല്ല, അതിൻ്റെ ഒരു രീതിയിലുള്ള ഒരു എനർജിയും കൊടുക്കാതെ നിന്നപ്പോൾ അവന് പറയാനുള്ളത് എന്തൊക്കെയോ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു.  അപ്പോൾ ഞാനും അതിനെ തിരിച്ച് ഫുൾ പ്രസൻസോടുകൂടി മറുപടിയും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കൊടുത്ത ആ പ്രസൻസ്, അവൻ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത ആ പ്രസൻസ്, എൻ്റെ ഫുൾ പ്രസൻസ്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടെന്നല്ല, അതിൻ്റെ ഒരു രീതിയിലുള്ള ഒരു എനർജിയും കൊടുക്കാതെ നിന്നപ്പോൾ അവന് പറയാനുള്ളത് എന്തൊക്കെയോ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനും അതിനെ തിരിച്ച് ഫുൾ പ്രസൻസോടുകൂടി മറുപടിയും കൊടുക്കുകയും ചെയ്തു.
അപ്പൊ അന്ന് അവനെ വളരെ നിരാശനായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ ഒരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു 1 year ആഫ്റ്ററാണ് പിന്നെ ഞാൻ ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവനെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ചേച്ചി എന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി, ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്, ലൈഫിൽ ഓരോരോ പുരോഗമനങ്ങൾ അവനുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം തോന്നും. നമ്മളെ കൊണ്ട് ഒരാളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരുത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ. അതിലൂടെ നമ്മുടെ ലൈഫിലും നമ്മളെ റിലേറ്റ് ചെയ്യണ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. സോ എല്ലാവർക്കും അങ്ങനെ എല്ലാവരോടും ഫുൾ പ്രസൻസ് കൊടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ലിസണിങ് മീ.